മൊബൈൽ ടവറിനെതിരെ സമരവുമായി പ്രദേശവാസികൾ രംഗത്ത്. മലപ്പുറം ചെമ്മങ്കടവ് തെക്കേതല നിവാസികളാണ് പ്രദേശത്ത് വരുന്ന മൊബൈൽ ടവറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ചെമ്മങ്കടവ് തെക്കേത്തലയിൽ പുഴയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് സ്വകാര്യ കമ്പനിയുടെ മൊബൈൽ ടവർ വരുന്നത്. ഇതിനെതിരെയാണ് പ്രദേശവാസികൾ ഒന്നടങ്കം എതിർപ്പുമായി എത്തിയിരിക്കുന്നത്. നിലവിൽ മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമായതിനാൽ ഉറപ്പില്ലാത്ത മണ്ണാണിതെന്നും ടവർ ഏത് നിമിഷവും അപകടം വരുത്തും എന്നതാണ് കാരണമായി പറയുന്നത്. കൂടാതെ ടവറിന്റെ റേഡിയേഷൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഇവിടെ ടവർ വരുന്നതിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട്. ഭൂമിക്ക് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ടവർ വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടും ഞങ്ങളെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. മണ്ണിനൊന്നും ഉറപ്പില്ല ഇവിടുത്തെ. അപ്പോൾ ടവർ വരുമ്പോൾ അത് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെയും പ്രദേശത്ത് മൊബൈൽ ടവർ വരുന്നതിന്റെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ എതിർത്തിരുന്നു. മൊബൈൽ ടവർ വരുന്നത് തടയാനായി പ്രദേശവാസികൾ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ടവറിന് അനുകൂല നടപടിയുമായി ആര് വന്നാലും ശക്തമായ പ്രതിഷേധം നടക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നമ്മൾ ഈ പ്രദേശത്ത് ഈ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഇപ്പോൾ ടവർ വരുമെന്ന് പറയുന്നത്. അവർ അതിൻ്റെ ഉടമസ്ഥൻ അതിന് എഗ്രിമെൻ്റ് വെച്ചു എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അന്ന് തുടങ്ങിയതാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ ടവർ ഇവിടെ വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. നാട്ടിലെ മുഴുവൻ ആളുകളും യോഗം വിളിക്കുകയും അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭ ചെയർമാൻ കത്ത് കൊടുത്തിട്ടുണ്ട്, കളക്ടർ കണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഏതൊക്കെ തലത്തിൽ എത്താൻ പറ്റുന്നുവോ അവിടെയൊക്കെ പോകാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നാമത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ പ്രദേശം അതിന് പറ്റിയ സ്ഥലമല്ല. കാരണം താഴ്ന്ന സ്ഥലമാണ്. താഴ്ന്ന പ്രദേശത്ത് എങ്ങനെ ടവർ ബന്ധിക്കുന്നുള്ളതാണ്. പിന്നെ മണ്ണ് പുഴയോട് ചാരിക്കെടുക്കുന്നത് മുഴുവൻ മണലാണ്. ആ മണലിൽ ടവർ വന്നു കഴിഞ്ഞാൽ ചുറ്റുഭാഗത്തുള്ള വീടുകൾക്ക് ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഭീഷണിയാണ്. അതിനോട് തൊട്ട് ചാരിയിട്ട് മലപ്പുറം നഗരസഭയുടെ നഗരസഞ്ചയം പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പുഴൻ്റെ സൈഡ് കെട്ടിയുള്ളത്. ആ സൈഡ് കെട്ടിയതിനോട് ചാരിയിട്ടാണ് ഇപ്പോൾ ടവർ വരും എന്ന് പറഞ്ഞ് കേൾക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. മലപ്പുറം നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ പ്രകാരം മലപ്പുറം നഗരസഭയിലെ ഈ ഇത്തരം സ്ഥലങ്ങളിൽ ഒരു പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ 15 മീറ്ററും അതിൻ്റെ പുറമെ 3 മീറ്റർ അടക്കം 18 മീറ്റർ വിട്ടതിന് ശേഷമേ ഒരു പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു മാർക്കിംഗ് ആണ് ഈ സ്ഥലത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അതിനെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കും, പ്രതിരോധം ഏർപ്പെടുത്തും. എങ്ങനെ ടവർ ഇവിടെ വരാതിരിക്കാൻ പറ്റുന്നുവോ അതിനൊക്കെ ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പൊരുതും.